ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡറി ഇൻഡെക്സിംഗ് എന്ന ടോപ്പിക് ആയിരിക്കും. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പ്രൈമറി ഇൻഡെക്സിങ്ങും ക്ലസ്റ്ററിംഗ് ഇൻഡെക്സിങ്ങും ആയിരുന്നു. അപ്പോൾ ഈ 5th മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിനായിട്ടും ഈ ഇൻഡെക്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ സെക്കൻഡറി ഇൻഡെക്സിംഗ് എന്താണെന്ന് നോക്കാം. സോ നമ്മൾ ഇന്ന് പറയുന്നത് സെക്കൻഡറി ഇൻഡെക്സിംഗ് എന്താണെന്നുള്ളതും അതെങ്ങനെയാണ് നമുക്കൊരു ഡാറ്റ ഫയൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത്, പിന്നെ സെക്കൻഡറി ഇൻഡെക്സിംഗിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്. അപ്പം നമ്മൾ പ്രൈമറി ഇൻഡെക്സിംഗിലും ക്ലസ്റ്റർ ഇൻഡെക്സിംഗിലും ഇതിനു മുന്നേയുള്ള വീഡിയോസിൽ പറഞ്ഞു തന്നില്ലേ, അതുപോലെ സപ്പോസ് സെക്കൻഡറി ഇൻഡെക്സിംഗ് വെച്ചിട്ട് എക്സാമിൽ ക്വസ്റ്റ്യൻ വന്നാൽ അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ലെക്ചറിൽ പറയുന്നത്. സോ അതിനു മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സംഭവങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ പ്രൈമറി ഇൻഡെക്സിങ്ങും ക്ലസ്റ്ററിംഗ് ഇൻഡെക്സിങ്ങും ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അതിൽ പ്രൈമറി ഇൻഡെക്സിങ് എന്തായിരുന്നു, അത് ഒരു ഓർഡേർഡ് ഫയൽ അല്ലെങ്കിൽ സോർട്ടഡ് ഫയലായിരുന്നു നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിന് പ്രൈമറി ഇൻഡെക്സിംഗ് എന്നുള്ള പേര് വരാൻ കാരണം നമ്മളൊരു കീ ഫീൽഡിലാണ് ചെയ്യുന്നത്, പ്രോബബിളി ദി പ്രൈമറി കീ. അപ്പോൾ പ്രൈമറി കീ ഫീൽഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻഡെക്സിങ് ചെയ്യുന്നതുകൊണ്ടായിരുന്നു അതിന് പ്രൈമറി ഇൻഡെക്സിംഗ് എന്നുള്ള പേര് നമ്മൾ കൊടുത്തത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്ലസ്റ്ററിംഗ് ഇൻഡെക്സ് ആയിരുന്നു. ക്ലസ്റ്ററിംഗ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതും ഒരു സോർട്ടഡ് ഫയലിലാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓർഡേർഡ് ഫയലിലായിരുന്നു പെർഫോം ചെയ്തിരുന്നത്. അതുപോലെ അവിടെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡെക്സിങ് ചെയ്യുന്നത് ഓരോ യുണീക്ക് വാല്യൂവിനായിരുന്നു. പ്രൈമറി ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പ്രൈമറി കീ ഫീൽഡ് വെച്ചിട്ടായിരുന്നു കൊടുത്തിരുന്നത്. എങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഓരോ യുണീക്ക് വാല്യൂസിനായിരുന്നു ഇൻഡെക്സിങ് കൊടുത്തത്. പിന്നെ നമുക്കിത് നോൺ കീ ഫീൽഡ് യൂസ് ചെയ്തിട്ട് കൊടുക്കായിരുന്നു. അപ്പൊ ഇനി നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ക്ലിയർ ആക്കുക കേട്ടോ. പിന്നെ ഈ പ്രൈമറി ഇൻഡെക്സിങ് ആൻഡ് ക്ലസ്റ്ററിംഗ് ഇൻഡെക്സിങ് എന്ന് പറയുന്നത് എന്താണ്, ഡെൻസ് ആണോ സ്പാർസ് ആണോ? സ്പാർസ് ഇൻഡെക്സിംഗ് ആണ്. ബിക്കോസ് ഡെൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓരോ എൻട്രിക്കും എന്തായിരിക്കും ഇൻഡെക്സിംഗ് കൊടുക്കും. സ്പാർസ് എന്ന് പറയുന്ന സമയത്ത് സർട്ടൈൻ എൻട്രീസിന് മാത്രമായിരിക്കും നമ്മൾ ഇൻഡെക്സിംഗ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇൻഡെക്സ് ഫയലിന്റെ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡാറ്റ ഫയലിന്റെ സൈസിനേക്കാളും ചെറിയ സൈസ് ആയിരിക്കും. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമുക്ക് സെക്കൻഡറി ഇൻഡെക്സിംഗ് നോക്കാം. സെക്കൻഡറി ഇൻഡെക്സിംഗ് ഫസ്റ്റ് വൺ പോയിന്റ് എന്ന് പറയുന്നത് അൺസോർട്ടഡ് ഫയൽ. അതായത് നമ്മൾ സെക്കൻഡറി ഇൻഡെക്സിംഗ് പെർഫോം ചെയ്യുന്നത് ഒരു അൺസോർട്ടഡ് ഡാറ്റ ഫയലിലായിരിക്കും, അല്ലെങ്കിൽ അൺസോർട്ടഡ് ഫീൽഡിലായിരിക്കും. ഓക്കെ, ആ ഫീൽഡ് എന്നുള്ള ടേം നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഈ സെക്കൻഡറി ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത് ഒരു ഡെൻസ് ഇൻഡെക്സിംഗ് എക്സാമ്പിൾ ആയിരിക്കും. ഓക്കെ, നമ്മൾ പഠിച്ച പ്രൈമറി ഇൻഡെക്സിംഗും ക്ലസ്റ്ററിംഗ് ഇൻഡെക്സിംഗും എന്തായിരുന്നു, അത് സ്പാർസ് ഇൻഡെക്സിംഗ് ആണ്. ഇവിടെ സെക്കൻഡറി ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത് ഡെൻസ് ഇൻഡെക്സിംഗ് എക്സാമ്പിൾ ആയിരിക്കും. ദെൻ നമ്മൾ പോകുന്നത് കീ ഓർ നോൺ കീ ആട്രിബ്യൂട്ട്. ഈ സെക്കൻഡറി ഇൻഡെക്സിംഗ് കീ ആട്രിബ്യൂട്ടിലാണോ നോൺ കീ ആട്രിബ്യൂട്ടിലാണോ നമ്മൾ പെർഫോം ചെയ്യുന്നത് എന്നുള്ളത്. സോ ദി സെക്കൻഡറി ഇൻഡെക്സിംഗ് ക്യാൻ ബി പെർഫോം യൂസിങ് കീ ആസ് വെൽ ആസ് നോൺ കീ ആട്രിബ്യൂട്ട്. നിങ്ങൾക്ക് കീ ഫീൽഡ് എടുത്തിട്ടും സെക്കൻഡറി ഇൻഡെക്സിംഗ് പെർഫോം ചെയ്യാം, നോൺ കീ ഫീൽഡ് വാല്യൂ എടുത്തിട്ടും സെക്കൻഡറി ഇൻഡെക്സിംഗ് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ദെൻ സെക്കൻഡറി ഇൻഡെക്സിംഗ് എന്നുള്ള പേര് വരാൻ എന്താണ് റീസൺ എന്നുള്ളത്. It is called secondary indexing because one indexing is already done. നമ്മുടെ സെക്കൻഡറി ഇൻഡെക്സിംഗിലെ ആ പേര് വരാൻ കാരണം അവിടെ ഓൾറെഡി ഒരു ഇൻഡെക്സിംഗ് നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട്. ഇത് സെക്കൻഡറി ആയിട്ടാണ് വരുന്നത്, സെക്കൻഡറി ആയിട്ടാണ് നമ്മുടെ ഇൻഡെക്സ് ഫയൽ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെക്കൻഡറി എന്നുള്ള പേര് വരുന്നത്. ഇത് പറയാൻ കാരണം നമ്മൾ പറഞ്ഞല്ലോ, സെക്കൻഡറി ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത് അൺസോർട്ടഡ് ഫയൽ അല്ലെങ്കിൽ അൺഓർഡേർഡ് ഫയലിലാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അൺഓർഡേർഡ് ഫീൽഡ് വെച്ചിട്ട്. അപ്പോ നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഫയലിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് ഫയൽ ഉണ്ടല്ലോ, ആ ഇൻഡെക്സ് ഫയൽ എന്ന് പറയുന്നത് ഓർഡേർഡ് ഫയൽ ആയിരിക്കും. ഓക്കെ, നമ്മുടെ മെയിൻ ഡാറ്റ ഫയൽ അല്ലെങ്കിൽ ആ ഫീൽഡ് എന്ന് പറയുന്നത് അൺഓർഡേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ അൺസോർട്ടഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് ഫയൽ എന്തായിരിക്കും, സോർട്ടഡ് ഫോർമാറ്റിലായിരിക്കും. സോ ഓൾറെഡി നമ്മൾ അതിനെ സോർട്ട് ചെയ്യുന്നുണ്ട്, ദെൻ നമ്മൾ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ സെക്കൻഡറി എന്നുള്ള പേര് വരാൻ കാരണം അവിടെ ഓൾറെഡി ഒരു ഇൻഡെക്സിംഗ് നടക്കുന്നത് കൊണ്ടാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഫിഗർ വരച്ച് കാണിച്ചു തരാം, അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആവും. അതിനു മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മുടെ ഈ സെക്കൻഡറി ഇൻഡെക്സ് ഫയലിൽ വരുന്ന
ഇൻഡെക്സ് എൻട്രീസ് എത്ര എണ്ണം ഉണ്ടാവും എന്നുള്ളത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഡെൻസ് ഇൻഡെക്സിംഗ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. സോ ദർ വിൽ ബി ആൻ ഇൻഡെക്സ് എൻട്രി ഫോർ ഈച്ച് ഡേറ്റ. നമ്മുടെ ഡേറ്റ ഫയലിലെ ഓരോ ഡേറ്റ റെക്കോർഡിനും ഒരു ഇൻഡെക്സ് എൻട്രി ഫയൽ ഉണ്ടായിരിക്കും. സോ എത്ര ഡേറ്റ റെക്കോർഡ്സ് അല്ലെങ്കിൽ എത്ര എൻട്രീസ് നമ്മുടെ മെയിൻ ഫയലിലുണ്ടോ അത്രയും എൻട്രീസ് തന്നെ നമ്മുടെ ഇൻഡെക്സ് ഫയലിലും വരും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, നമ്മുടെ ഡേറ്റ ഫയലിന്റെ അത്രയും തന്നെ ഡേറ്റ അല്ലെങ്കിൽ എൻട്രീസ് ഇൻഡെക്സ് ഫയലിൽ വന്നാൽ ഇത് തമ്മിലിപ്പോ എന്താണ് വ്യത്യാസം, ഈ ഇൻഡെക്സ് കൊണ്ട് നമുക്ക് എന്താണ് അഡ്വാൻറ്റേജ്, സൈസ് കൂടുതലല്ലേ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, സെക്കൻഡറി ഇൻഡെക്സും ആക്ച്വലി നമുക്ക് യൂസ്ഫുൾ ആണ്. അത് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ആ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന വാല്യൂവിൽ നിന്ന്. ഓക്കെ, സോ നമ്പർ ഓഫ് ബ്ലോക്ക് ആക്സസ് യൂസിങ് സെക്കൻഡറി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ബ്ലോക്ക് ടു ദ ബേസ് 2n+1. ഓക്കെ, ആ ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനൊരു സെക്കൻഡറി ഇൻഡെക്സിന് സാമ്പിൾ ആയിട്ട് ഒരു ഫിഗർ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡേറ്റ ഫയൽ. ഓക്കെ, നോൺ ഓർഡറിംഗ് കീ ഫീൽഡ് ഉണ്ട്, ഇവിടെ ഓൾറെഡി ഒരു ഫീൽഡ് ഉണ്ട്. ഇതാണ് എന്റെ ഇൻഡെക്സ് ഫയൽ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ ഈ മെയിൻ ഫയൽ എന്ന് പറയുന്നത് അൺഓർഡേർഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അതിൽ ഓൾറെഡി വേറെ ഇൻഡെക്സിംഗ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ പ്രൈമറി കീ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഫീൽഡ് ചിലപ്പോൾ ഓർഡേർഡ് ആയിരിക്കാം. അപ്പൊ ഇവിടെ പ്രൈമറി കീ ഉണ്ടാവും വെക്കുക ഫസ്റ്റ് കോളത്തിൽ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൈമറി ഇൻഡെക്സിംഗ് പെർഫോം ചെയ്യാം. ആ ഫയലിൽ ഓൾറെഡി ഇൻഡെക്സിംഗ് ഉണ്ടാവും. പക്ഷേ ഇവിടെ എനിക്ക് വേറെ ഒരു കോളം ഉണ്ട്, അതിലെ വാല്യൂസ് ഓർഡേർഡ് അല്ല. അത് വെച്ചിട്ട് എനിക്ക് വേറെ ഒരു ഡേറ്റ ആക്സസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇൻഡെക്സിംഗിന്റെ ആവശ്യമുണ്ട്. സോ ഈ നോൺ ഓർഡർ ഫീൽഡിന് വേണ്ടിയിട്ട് എനിക്ക് സെക്കൻഡറി ഇൻഡെക്സിംഗ് ക്രിയേറ്റ് ചെയ്യാം. അതിന് പ്രശ്നമില്ല, ആ ഫോർമാറ്റിൽ പോവാം. ഇതെന്താ ഞാൻ പറയാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഒരു ഫയലിനെ ഒരു ഡേറ്റ ഫീൽഡ് വെച്ചിട്ടല്ലേ ഇൻഡെക്സ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വേണമെങ്കിൽ നിങ്ങളിപ്പോൾ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ കോളേജിൽ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണ്. ആ സേവ് ചെയ്തത് എനിക്ക് റോൾ നമ്പർ വെച്ചിട്ട് ഓർഡർ ചെയ്തെടുക്കാം. അതേ ഫയലിൽ തന്നെ എനിക്ക് ആധാർ നമ്പറും ഇൻഡെക്സ് ചെയ്തിട്ട് വേണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. എയ്തർ ആധാർ നമ്പേഴ്സ് വെച്ചിട്ട് ഓർഡർ ചെയ്തെടുക്കാം, നമുക്കൊരു ഇൻഡെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ റോൾ നമ്പർ വെച്ചിട്ട് എടുക്കാന്നല്ലേ പറ്റുള്ളൂ. അല്ലാതെ ആധാർ നമ്പറും ഓർഡർ ആയിരിക്കണം, റോൾ നമ്പറും കറക്റ്റ് ഓർഡറിൽ വെച്ചിട്ട് എനിക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ഏതെങ്കിലും ഒന്നിനെ എനിക്ക് ഫീൽഡാക്കി വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് എനിക്ക് സെക്കൻഡറി ഫീൽഡിലേക്ക് സെക്കൻഡറി ഇൻഡെക്സിംഗ് ഉള്ള സംഭവം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, റോൾ നമ്പർ വെച്ചിട്ട് പ്രൈമറി ഇൻഡെക്സിംഗ് കൊടുത്തേക്കാം. അപ്പോൾ ആധാർ നമ്പർ എന്നുള്ളത് ഒരു നോൺ ഓർഡറിംഗ് ഫീൽഡായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അപ്പൊ ആ നോൺ കീ ഫീൽഡ് എടുത്തിട്ട് എനിക്ക് സെക്കൻഡറി ഇൻഡെക്സിംഗ് പെർഫോം ചെയ്യാം. ഇത് ഓപ്ഷനിലാട്ടോ ഞാൻ പറയുന്നത്. അതായത് ഒരു ഫയലിന് എത്ര ഇൻഡെക്സിംഗ് വേണമെങ്കിലും നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം, ബേസ്ഡ് ഓൺ നമ്മുടെ റിക്വയർമെന്റ് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ അവൈലബിൾ ഫീച്ചേഴ്സ്. അപ്പൊ സെക്കൻഡറി ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക ഈ നോൺ ഓർഡറിംഗ് ഫീൽഡ് അല്ലെങ്കിൽ നോൺ ഓർഡറിംഗ് ഫയലിന്റെ ബേസിലായിരിക്കും. കുറച്ച് കൺഫ്യൂസിംഗ് ആയി തോന്നും, പക്ഷെ ജസ്റ്റ് ഇങ്ങനെ ഓർക്കുക, ഒരു ഫയൽ ഉണ്ടാവും, ആ ഫയലില് ചില ഫീൽഡ്സ് ഓർഡേർഡ് ആയിരിക്കും, ചില ഫീൽഡ്സ് അൺഓർഡേർഡ് ആയിരിക്കും. ആ അൺഓർഡേർഡ് ആയിട്ടുള്ള ഫീൽഡ് എടുത്തിട്ട് നമുക്ക് ഇൻഡെക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ വിത്ത് സെക്കൻഡറി ഇൻഡെക്സിംഗ്. സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മെയിൻ ഫയൽ ഇതായിരുന്നു. ഇതിൽ ഫസ്റ്റ് ഒരു കീ ഫീൽഡ് ഉണ്ട്, പ്രൈമറി കീ 10, 11, 12, 13 തന്നെ. അടുത്ത ഒരു ഫീൽഡ് ഉണ്ട്, സപ്പോസ് ആധാർ നമ്പർ ആണെന്ന് വെക്കാം. അപ്പോൾ ഈ ആധാർ നമ്പർ എന്താണ്, പലർക്കും പലതായിരിക്കും, അതൊന്നും ഓർഡേർഡിലായിരിക്കില്ല. അപ്പോൾ ഒരു സ്റ്റുഡന്റിന്റെ ഡേറ്റ എടുത്താൽ 10, 11, 12, 13, 14, 15, 16, 7 എന്ന് പറഞ്ഞ റോൾ നമ്പർ വെച്ചിട്ട് എനിക്ക് ഈ കംപ്ലീറ്റ് ഫയലിനെ ഓർഡർ ചെയ്തിട്ട് പ്രൈമറി ഇൻഡെക്സിംഗ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ എനിക്ക് ആധാർ ഫയലും അവരുടെ ആധാർ നമ്പറും ഓർഡർ ആക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതും കൂടി ഓർഡർ ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇതിന് വേറൊരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇത് നോൺ ഓർഡേർഡ് ആയ സ്ഥിതിക്ക് ഞാൻ ഇവിടെ സെക്കൻഡറി ഇൻഡെക്സിംഗിലേക്ക് പോവുകയാണ്. സെക്കൻഡറി ഇൻഡെക്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ A150, A100, A203 എന്ന് പറഞ്ഞിട്ട് മിക്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്, ഒരു പർട്ടിക്കുലർ ഓർഡറിലല്ല. പക്ഷേ എന്റെ സെക്കൻഡറി ഇൻഡെക്സിന്റെ ഫയലിൽ എന്താണ്, ഈ വാല്യൂസ് എല്ലാം ഓർഡേർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഈച്ച് എൻട്രിക്ക് എന്റെ സെക്കൻഡറി ഇൻഡെക്സിൽ ഒരു എൻട്രി ഉണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്, സെക്കൻഡറി ഇൻഡെക്സിലെ നമ്പർ ഓഫ് എൻട്രീസ് ഇൻ ഇൻഡെക്സ് ഫയൽ വിൽ ബി ഈക്വൽ ടു ദി നമ്പർ ഓഫ് എൻട്രീസ് ഇൻ ദി മെയിൻ ഡേറ്റ ഫയൽ. ഓക്കെ, 150 എന്ന് പറഞ്ഞാൽ 150 ഉണ്ട്, 100 എന്ന് പറഞ്ഞാൽ 100 ഉണ്ട്,
203 ഇവിടെ ഉണ്ട്. അങ്ങനെ എല്ലാ എൻട്രിക്കും each and every entry in the main file has equal equal record in the index file. So index on non-ordering field, not sparse and dense ആണിത്. പിന്നെ number of index entries equal to number of data records. ഇത്രയാണ് സെക്കൻഡറി ഇൻഡെക്സിന്റെ ബേസിക് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഞാനൊരു സാമ്പിൾ പ്രോബ്ലം പറഞ്ഞു തരാം. ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് ക്ലിയർ ആക്കി എടുത്തു നോക്കുക കേട്ടോ. സോ നമുക്ക് തന്നിരിക്കുന്ന മെയിൻ ഫയൽ ഇതാണെന്ന് വിചാരിക്കാം. ഇൻഡെക്സ് ഫയൽ അതിനൊരെണ്ണം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ എന്തൊക്കെ ഡേറ്റാസ് തന്നിട്ടുള്ളത്? നമ്മുടെ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1024 ബൈറ്റ്സ് ആണ് തന്നിട്ടുണ്ട്. സോ ഗിവൻ ബ്ലോക്ക് സൈസ് ഈസ് 1024 ബൈറ്റ്. നമ്മുടെ മെയിൻ ഫയലിലെ അല്ലെങ്കിൽ നമ്മുടെ ഇതില് മെമ്മറിയിൽ ഒരു ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് 1024 ബൈറ്റ്സ് ആണ് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, നമ്മൾ റെക്കോർഡ് സൈസ് ഇൻ ഡേറ്റ ഫയൽ ഈക്വൽ ടു 100 ബൈറ്റ്സ്. ഇവിടെ നോക്കിയാൽ അറിയാം മെയിൻ ഫയലിലെ റെക്കോർഡ് സൈസ് എന്ന് പറയുന്നത് 100 ബൈറ്റ്സ് ആണ്. ഒരു റെക്കോർഡിന്റെ സൈസ് എന്ന് പറയുന്നത് 100 ബൈറ്റ് ആണ് തന്നിട്ടുണ്ട്. അതുപോലെ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇൻ ദി മെയിൻ ഫയൽ ഈസ് 30,000. ഈ മെയിൻ ഫയലിലെ ടോട്ടൽ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഈസ് ഈക്വൽ ടു 30,000 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതില് ബാക്കി ഒന്നും തരാതെ നിങ്ങൾക്ക് ഇൻഡെക്സ് ഫയലിന്റെ ഒരു സംഭവം കണ്ടുപിടിക്കുക. എന്താ അത്? നമ്പർ ഓഫ് എൻട്രീസ് ഇൻ ദി ഇൻഡെക്സ് ഫയൽ. അതെന്തായിരിക്കും? 30,000. ബിക്കോസ് എത്ര എൻട്രീസ് മെയിൻ ഫയലിലുണ്ടോ അത്ര എൻട്രീസ് തന്നെ ഇൻഡെക്സ് ഫയലിൽ വരും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇൻഡെക്സ് ഫയൽ അവിടെ നിൽക്കട്ടെ. നമുക്ക് മെയിൻ ഫയലിന്റെ കുറച്ച് സംഭവങ്ങൾ കണ്ടുപിടിക്കാം നേരത്തെ വെച്ച് ഇക്വേഷൻസ് വെച്ചിട്ട്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ബ്ലോക്ക് സൈസ് ഡിവൈഡ് ബൈ റെക്കോർഡ് സൈസ് ചെയ്യുക, അതിന്റെ ഫ്ലോർ വാല്യൂ എടുക്കുക. അപ്പൊ ഇവിടെ ബ്ലോക്ക് സൈസ് എത്രയാണ് തന്നിട്ടുള്ളത്? 1024 ബൈറ്റ്സ്. 1024 ഡിവൈഡഡ് ബൈ റെക്കോർഡ് സൈസ്. റെക്കോർഡ് സൈസ് ഇൻ മെയിൻ ഫയൽ എന്ന് പറഞ്ഞാൽ 100 ബൈറ്റ്സ് ആണ്. സോ 1024 ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ 10 കിട്ടും. സോ ബ്ലോക്കിംഗ് ഫാക്ടർ ഫോർ ദി മെയിൻ ഫയൽ ഈസ് ഈക്വൽ ടു 10. ദെൻ നമ്പർ ഓഫ് ബ്ലോക്സ് ഫോർ മെയിൻ ഫയൽ. ഈ മെയിൻ ഫയലിൽ എത്ര ഡേറ്റ ബ്ലോക്സ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഡേറ്റ ബ്ലോക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇൻ ദി ഫയൽ ഡിവൈഡഡ് ബൈ ബ്ലോക്കിംഗ് ഫാക്ടർ, അതിന്റെ സീൽ വാല്യൂ എടുക്കുക. അപ്പൊ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇൻ മെയിൻ ഫയൽ എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? ടോട്ടൽ 30,000 ആണ്. സോ 30,000 ഡിവൈഡഡ് ബൈ ബ്ലോക്കിംഗ് ഫാക്ടർ. ബ്ലോക്കിംഗ് ഫാക്ടർ എത്രയാണ് നമുക്ക് കിട്ടിയത്? 10. സോ 30,000 ഡിവൈഡ് ബൈ 10 ചെയ്യുന്ന സമയത്ത് നമുക്ക് 3,000 കിട്ടും. Therefore, the total number of blocks in the main file will be equal to 3,000. 3,000 blocks of data ആയിരിക്കും നമ്മുടെ മെയിൻ ഫയൽ ഉള്ളത്. അതുകൊണ്ട് ബ്ലോക്ക് ആക്സസ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു 3,000. അതെന്താണ് അങ്ങനെ പറയാൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഈ മെയിൻ ഫയലില് അൺഓർഡർഡ് ഫയലാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഞാൻ എ എന്ന് പറഞ്ഞൊരു വാല്യൂ സെർച്ച് ചെയ്യാന്ന് വെക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഫസ്റ്റ് ബ്ലോക്കിൽ എത്തി, എനിക്ക് എ കിട്ടി. അപ്പൊ നിങ്ങൾ വിചാരിക്കും അവിടെ 30,000 ആവശ്യമില്ലോ, ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ കിട്ടിയില്ലോ എന്ന്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. എഗെയിൻ ഒരു എ വരുന്നുണ്ടെങ്കിലോ, സോ ഐ നീഡ് ടു ചെക്ക് വിത്ത് ഓൾ ദി 30,000 റെക്കോർഡ്സ്. എല്ലാ 30,000 റെക്കോർഡ് ഞാൻ ചെക്ക് ചെയ്ത് പോകണം, ഇനി ഒരു എ റിപ്പീറ്റ് ആവുന്നുണ്ടോ എന്ന്. സപ്പോസ് എ എനിക്ക് കിട്ടിയില്ലെങ്കിൽ 1 2 3 എന്നുകൊണ്ട് ലാസ്റ്റ് 30,000 പൊസിഷനിലായിരിക്കും, 3,000 എന്നുള്ള ബ്ലോക്കിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. 30,000 അല്ല കേട്ടോ, അതായത് 3,000 ബ്ലോക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്റെ ഡേറ്റ സെർച്ച് ചെയ്യാണ്. ഫസ്റ്റ് ബ്ലോക്കിൽ പോയി ആ ഡേറ്റ ഉണ്ടോ എന്ന് നോക്കി, അവിടെ ഇല്ല. സെക്കൻഡ് ബ്ലോക്കിൽ പോയി ഡേറ്റ ഉണ്ടോ എന്ന് നോക്കി. അങ്ങനെ ഈ 3,000 ബ്ലോക്കിലും പോയിട്ട് ഞാൻ റെക്കോർഡ് സെർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി ഞാൻ പറഞ്ഞത്, സപ്പോസ് എ എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് ഞാൻ സെർച്ച് ചെയ്യുന്നതെന്ന് വെക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് ബ്ലോക്കിൽ പോയപ്പോ എനിക്ക് എ കിട്ടി. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ എ ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് 3,000 വരിക എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിൽ എ കിട്ടിയെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ വരാൻ ചാൻസ് ഇല്ലേ. അപ്പൊ ഇനി എ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അടുത്തതിൽ പോവും, അടുത്ത ബ്ലോക്കിൽ പോവും. അങ്ങനെ എല്ലാ ബ്ലോക്കും ഞാൻ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഫയൽ അൺഓർഡർഡ് ഫയലാണ്. ഓക്കെ, നോൺ കീ ഫീൽഡിലും കീ ഫീൽഡ് യൂസ് ചെയ്യും. നോൺ കീ ഫീൽഡ് ആണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വരാനും ചാൻസ് ഉണ്ട്. സോ അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് വരുന്നതുകൊണ്ട് എത്ര ബ്ലോക്ക് ഉണ്ടോ അത്രയും ബ്ലോക്ക് നമ്മൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യം വരും മെയിൻ ഫയൽ. ഇനി നമുക്ക് ഇതിൽ ഇൻഡെക്സ് കൊടുത്താൽ എന്താ ഗുണം നോക്കാം. ഇവിടെ ഒരു ഇൻഡെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ റെക്കോർഡ് സൈസ് എന്ന് പറയുന്നത് 15 ബൈറ്റ്സ് ആണ്. ഓക്കെ, ഇവിടെ 100 ആയിരുന്നു, ഇവിടെ 50. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. സോ ഇൻഡെക്സ് ഫയലിൽ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഓൾറെഡി നമുക്ക് ബ്ലോക്ക് സൈസ് 1024 ബൈറ്റാ തന്നിട്ടുണ്ട് എല്ലാ ബ്ലോക്കിനും. പിന്നെ റെക്കോർഡ് സൈസ് എന്ന് പറയുന്നത് നേരത്തെ 15 ബൈറ്റ്സും തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇൻ ഇൻഡെക്സ് ഫയൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, ബിക്കോസ് മെയിൻ ഡേറ്റ ഫയലിൽ 30,000 ആയിരുന്നു.
ഇത് വെച്ചിട്ട് നമുക്ക് ഇൻഡെക്സ് ഫയലിന്റെ ബ്ലോക്ക് ആക്സസ് നോക്കാം. സോ ഫസ്റ്റ് ബ്ലോക്കിംഗ് ഫാക്ടർ എന്തായിരുന്നു? ബ്ലോക്ക് സൈസ് ഡിവൈഡ് ബൈ റെക്കോർഡ്. സോ നമുക്ക് തന്നിരിക്കുന്ന ബ്ലോക്ക് സൈസ് എന്തായിരുന്നു? 1024 ബൈറ്റ്സ് ആണ്. റെക്കോർഡ് സൈസ് എന്താണ്? ഇവിടെ നമ്മൾ ഇൻഡെക്സ് ഫയലാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇൻഡെക്സ് ഫയലിലെ റെക്കോർഡ് സൈസ് വേണം എടുക്കാൻ. സോ 15 ബൈറ്റ്സ് ആണ് ഇൻഡെക്സ് ഫയലിലെ റെക്കോർഡ് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ 1024 ഡിവൈഡ് ബൈ 15 ചെയ്യുന്ന സമയത്ത് നമുക്ക് 68 ആണ് കിട്ടുക, അതിന്റെ ഫ്ലോർ വാല്യൂ എടുക്കുമ്പോൾ. ഓക്കെ, പിന്നെ നമ്മൾ കാണേണ്ടത് എന്താണ്? നമ്പർ ഓഫ് ബ്ലോക്സ് ഫോർ ഇൻഡെക്സ് ഫയൽ. നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇൻ ഇൻഡെക്സ് ഫയൽ നമുക്കറിയാം, കാരണം മെയിൻ ഫയലിന്റെ അത്രയും എൻട്രീസ് തന്നെയാണ്. സോ 30,000 തന്നെയാണ്. ഇനി നമുക്ക് ഇൻഡെക്സ് ഫയലിൽ എത്ര ബ്ലോക്സ് ഉണ്ടെന്ന് അറിയണ്ടേ? അപ്പോൾ ഈ ബ്ലോക്സ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? നമ്പർ ഓഫ് റെക്കോർഡ് ഡിവൈഡഡ് ബൈ ബ്ലോക്കിംഗ് ഫാക്ടർ. ഇവിടെ ഇൻഡെക്സ് ഫയലിൽ നമ്പർ ഓഫ് റെക്കോർഡ്സ് എത്രയാണ്? അതും 30,000 തന്നെയാണ്. സോ 30,000 ഡിവൈഡ് ബൈ ബ്ലോക്കിംഗ് ഫാക്ടർ നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? 68. സോ 30,000 ഡിവൈഡ് ബൈ 68 ചെയ്യുന്ന സമയത്ത് അതിന്റെ സീൽ വാല്യൂ എടുക്കണം. നമുക്ക് 441 പോയിന്റ് സംതിങ് ആണ് കിട്ടുക. അപ്പോൾ അത് സീൽ വാല്യൂ എടുക്കുമ്പോൾ എത്ര കിട്ടും? 442 കിട്ടും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പൊ ഈ സ്റ്റെപ്പിൽ തോന്നുന്നുണ്ടാവും നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ ഇൻഡെക്സ് ഫയൽ എന്ന് പറയുന്നത് 442. 442 ബ്ലോക്സ് ഒരു ഇൻഡെക്സ് ഫയൽ വരുമ്പോൾ ആ ഇൻഡെക്സ് ഫയൽ വലുതല്ലേ എന്ന്. കാരണം പ്രൈമറി ഇൻഡെക്സിംഗ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 40യോ 30 ഒക്കെ ആയിരുന്നു ഇൻഡെക്സ് ഫയലില് ബ്ലോക്ക് സൈസ് വന്നിരുന്നത്. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് നമ്പർ ഓഫ് ബ്ലോക്സ് 442 ആയത്? അത്രയും കൂടുതലല്ലേ? അപ്പോൾ സെക്കൻഡറി ഇൻഡെക്സിംഗ് യൂസ്ഫുൾ ആണോ എന്നൊക്കെ ഡൗട്ട് തോന്നാം. പക്ഷേ സെക്കൻഡ് ഇൻഡെക്സിംഗ് എന്തിലാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്? ഒന്നാമത്തെ കേസ് അൺഓർഡേഡ് ഫയൽ അല്ലെങ്കിൽ അൺഓർഡേഡ് ഫീൽഡിലാണ് നമ്മൾ സെക്കൻഡറി ഇൻഡെക്സിംഗ് പെർഫോം ചെയ്യുന്നത്. സെക്കൻഡ് കേസ് എന്താണ്? ഡെൻസ് ഇൻഡെക്സിംഗിന് എക്സാമ്പിൾ ആണ് സെക്കൻഡറി ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത്. ഡെൻസ് ഇൻഡെക്സിംഗ് എന്താണ്? മെയിൻ ഫയലിൽ എത്ര എൻട്രീസ് ഉണ്ടോ ഈച്ച് എൻട്രിക്ക് നമ്മൾ ഇൻഡെക്സ് വാല്യൂ കൊടുക്കണം. അപ്പോ നമുക്ക് എത്രയുണ്ട്? 30,000 റെക്കോർഡ്സ് ഉണ്ടായിരുന്നു. ആ 30,000 റെക്കോർഡ്സ് വെച്ച് നോക്കുന്ന സമയത്ത് ഈ 44 42 എന്ന് പറയുന്ന നമ്പർ ഓഫ് ബ്ലോക്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുപോലെ തന്നെ മെയിൻ ഫയലിലെ ബ്ലോക്സ് എടുക്കുമ്പോൾ 3,000 ആണ് നമുക്ക് കിട്ടിയത്. 3,000 വെച്ച് നോക്കുമ്പോൾ 442 തീരെ കുറവാണ്, അല്ലെങ്കിൽ ഭയങ്കര അഡ്വാൻറ്റേജ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ 3,000 കമ്പയർ ചെയ്യുന്ന സമയത്ത് 442 ചെറിയ വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ബെറ്റർ ഇൻഡെക്സിംഗ് തന്നെയാണ്. പ്രൈമറി ഇൻഡെക്സിങ്ങിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി സെക്കൻഡറി ഇൻഡെക്സിങ്ങിന്റെ ഫയൽ സൈസ് ബിഗർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ബ്ലോക്ക് ആക്സസ് കണ്ടുപിടിക്കാം. ഈ ഇൻഡെക്സിംഗ് വെക്കുന്ന സമയത്ത് ബ്ലോക്ക് ആക്സസ് എത്രയാണുള്ളത്? ബ്ലോക്ക് ആക്സസിങ്ങിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഇതിന് മുന്നത്തെ സ്ലൈഡ് ഒന്ന് എടുത്തു നോക്കി അറിയാം. ലോഗ് ടു ദ ബേസ് 2 n + 1. അപ്പൊ നമ്മൾ ഇവിടെ എന്നിന്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? 442 ആണ്. അപ്പൊ ലോഗ് ടു ദ ബേസ് 2 n എന്ന് പറഞ്ഞ 442 എടുക്കുന്ന സമയത്ത് നമുക്ക് 9 ആണ് കിട്ടുക. അറൌണ്ട് 9 + 1 which is equal to 10. സോ 10 ബ്ലോക്ക് ആക്സസ് ആയിരിക്കും നമുക്ക് സെക്കൻഡറി ഇൻഡെക്സിംഗ് വെച്ചിട്ട് വേണ്ടി വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, ഈ ബ്ലോക്കിംഗ് ഫാക്ടർ ആണെങ്കിലും ശരി, നമ്പർ ഓഫ് ബ്ലോക്സ് ആണെങ്കിലും ശരി, ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാത്തിനും കോമൺ ആണ്. നമ്മൾ ആ ബ്ലോക്ക് ആക്സസ് റിക്വയർഡിന്റെ കേസ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് മാത്രം ഓരോ ഇൻഡെക്സിനും ഡിഫറെന്റ് ആയിട്ട് ചിലപ്പോൾ വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വെച്ച് എക്സാംസിനെല്ലാം കണ്ടുപിടിച്ചൊക്കെ എഴുതിക്കോളുക. ദെൻ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എഴുതുന്ന സമയത്ത് പ്രത്യേകം എഴുതാൻ നോക്കുക. അല്ലെങ്കിൽ ഡിഫറൻസ് എഴുതുന്ന സമയത്ത് പ്രൈമറി ഇൻഡെക്സിങ്ങും സെക്കൻഡറി ഇൻഡെക്സിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എഴുതുന്ന സമയത്ത് ഒന്ന് ഓർക്കേണ്ടത്, പ്രൈമറി ഇൻഡെക്സിംഗ് ആണെങ്കിലും ശരി, ക്ലസ്റ്ററിംഗ് ഇൻഡെക്സിംഗ് ആണെങ്കിലും ശരി, അത് പെർഫോം ചെയ്യുന്നത് സോർട്ടഡ് ഫയലിലായിരിക്കും അല്ലെങ്കിൽ ഓർഡേഡ് ഫയലിലായിരിക്കും. പ്രൈമറി ഇൻഡെക്സിങ്ങും ക്ലസ്റ്റേർഡ് ഇൻഡെക്സിങ്ങും സ്പാർസ് ഇൻഡെക്സിങ്ങിന് എക്സാമ്പിൾ ആണ്. അതായത് ഈച്ച് ആൻഡ് എവറി എൻട്രിക്ക് ഡേറ്റ ഫയലിലെയും നമ്മൾ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, പകരം ബ്ലോക്ക് ഓഫ് ഡേറ്റയ്ക്ക് ഒരു ഇൻഡെക്സ് എന്നുള്ള പോയിന്റിലാണ് നമ്മൾ പോകുന്നത്. ഇനി സെക്കൻഡറി ഇൻഡെക്സിംഗിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അതിൽ പെർഫോം ചെയ്യുക അൺഓർഡേഡ് ഫയലിനുള്ള ഇൻഡെക്സിംഗ് ആണ്, അല്ലെങ്കിൽ അൺഓർഡേഡ് ഫീൽഡ് ബേസ് ചെയ്തിട്ടുള്ള ഇൻഡെക്സിംഗ് ആണ്. അത് സെക്കൻഡറി ഇൻഡെക്സിംഗ് എന്നുള്ള പേര് വരാൻ കാരണം ഓൾറെഡി അവിടെ ഒരു ഇൻഡെക്സിംഗ് വരുന്നുണ്ട്. സെക്കൻഡറി ആയിട്ട് നമ്മൾ ഇൻഡെക്സ് ഫയൽ ക്രിയേറ്റ് ആവുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മെയിൻ ഫയൽ അൺഓർഡേഡ് ആണെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് ഫയൽ സോർട്ടഡ് ഫയൽ ആയിരിക്കും. തേർഡ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡറി ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത് ഡെൻസ് ഇൻഡെക്സിംഗ് ആണ്. ഡെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ഡെപ്ത് ആയിട്ട് പോവുക. അതായത് ഓരോ ഡേറ്റ റെക്കോർഡിനും ഒരു ഇൻഡെക്സ് എൻട്രി ക്രിയേറ്റ് ചെയ്യാം.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഡെക്സ് ഫയലിന്റെ സൈസ് സെക്കൻഡറി ഇൻഡെക്സിംഗിൽ കൂടുതലായിരിക്കും. പക്ഷേ അൺഓർഡർഡ് ഫയൽ വരുന്ന സമയത്ത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡറി ഇൻഡെക്സിംഗ് ബെറ്റർ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന വരെ ഈ കോൺസെപ്റ്റ് നിങ്ങൾ വായിക്കുക, ടെക്സ്റ്റ് ആണെങ്കിലും വായിക്കുക. ഇനി വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുന്നെങ്കിൽ വീഡിയോ വീണ്ടും കാണുക. പ്രോബ്ലം അതുപോലെ ചെയ്ത് തന്നെ പഠിക്കുക. ജസ്റ്റ് വായിക്കുന്ന സമയത്ത് ഈസി ആയിട്ട് തോന്നും, 1024/15 അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് എല്ലാം മനസ്സിലായ പോലെ തോന്നും. പക്ഷെ ഒരു തവണയെങ്കിലും മിനിമം ആ ഇക്വേഷൻ എഴുതി ആ ഡേറ്റ എഴുതി വീഡിയോ നിങ്ങൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അത് വെച്ചിട്ടൊന്ന് സോൾവ് ചെയ്ത് ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഒരെണ്ണത്തിന്റെ ആൻസർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ ഒന്നും റെഫർ ചെയ്യാതെ, എങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് പോവാം. ഓക്കെ, അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. എക്സാമിന് ഇതിൽ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. സോ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.